എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 75 ശ്ലോകം 27 മുതല് 32 വരെ 7 ശ്ലോകങ്ങൾ. രാജസൂയ അങ്ങോട്ട് കഴിഞ്ഞപ്പോ അതില് പങ്കെടുത്തവർക്കൊക്കെ എത്ര പ്രശംസിച്ചിട്ടും മതിയാവണില്ല രാജസൂയത്തിനെ പറ്റി. അമൃത് കുഴിച്ചാൽ എങ്ങനെ തൃപ്തി വരുമോ, അതുപോലെ ഒരു തൃപ്തി. ഇനിയും ഇനിയും കഴിക്കണം, ഇനിയും അതിൽ അനുഭവിക്കണം, അങ്ങനെ തോന്നാം രാജസൂയനി ഉണ്ടായിരുന്നെങ്കിൽ. ഇത്ര എല്ലാവരും അതിനെപ്പറ്റി പ്രശംസിച്ചു കൊണ്ടിരുന്നു. പ്രശംസിച്ചിട്ടും തൃപ്തി വരണില്ല. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. ഹരിദാസസ്യ രാജർഷേ രാജസൂയമഹോദയം നൈവാതൃപ്യൻ പ്രശംസന്ത പിബൻ മർത്യോമൃതം യഥാ. ഭഗവത് ഭക്തി കൊണ്ട് മാത്രമേ ഭാഗ്യപൂർത്തി ഉണ്ടാവുള്ളൂ. ശ്രീഹരിഭക്തനായ ആ രാജർഷിയുടെ ഈ രാജസൂയ മഹോദയം കണ്ട് അനുഭവിച്ചവര് അദ്ദേഹത്തിന്റെ ഭാഗ്യ അതിശയത്തെ കുറിച്ച് എത്ര തന്നെ പ്രശംസിച്ചിട്ടും മതിയാവണില്ല. അവര് പറയണു, എന്തൊരു ഭാഗ്യ ഈ ധർമ്മപുത്ര മഹാരാജാവ് ചെയ്തത്. ഭഗവാൻ ഇങ്ങനെ കൃഷ്ണനൊപ്പം നിന്നിങ്ങനെ ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് ഇത്രയും വലിയ രാജസൂയൊക്കെ ചെയ്യാൻ പറ്റൂ? അത് തന്നെ ഭാഗ്യം എന്ന് എല്ലാവരും പറയണു. മനുഷ്യന് അമൃതം കുടിക്കാൻ സിദ്ധിച്ചാൽ എങ്ങനെ തൃപ്തി വരികയില്ലയോ, അതുപോലെ അവർക്ക് ആർക്കും തൃപ്തി വന്നില്ല. അതാണ് അന്യന്മാരുടെ ഗുണത്തെ എത്ര തന്നെ പ്രശംസിച്ചാലും തൃപ്തിപ്പെടാതിരിക്കുന്നത് സഹജമാണ്. സജ്ജനങ്ങൾക്ക് അത് ഉള്ള കാര്യം അവര് ശരിക്കും പറയും, മറ്റുള്ളവരുടെ ഗുണങ്ങൾ പറയും. ശത്രുക്കളോ അതങ്ങോട്ട് കാണുമ്പോ അസൂയ വരും. അങ്ങനെ ഒരാളുണ്ട്, അതാണ് ദുര്യോധനൻ. തതോ യുധിഷ്ഠിരോ രാജ സുഹൃൽ സംബന്ധി ബാന്ധവാൻ പ്രേംണാ നിവാസയാമാസ കൃഷ്ണം ച ത്യാഗകാതര. സാമാന്യ ജനങ്ങളെ എല്ലാം യാത്ര അയച്ചു കഴിഞ്ഞു. അതിന് പങ്കെടുത്തവന് സാധാരണക്കാരെല്ലാവരും തിരിച്ചുപോയി. അതിനുശേഷം രാജാവായ യുധിഷ്ഠിരൻ പ്രിയമിത്രങ്ങള്, ബന്ധുക്കള്, സംബന്ധികള്, ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള സ്വജനങ്ങളൊക്കെ പുറപ്പെട്ടപ്പോ അവരെ പിരിയുന്നതിനുള്ള ദുഃഖ നിമിത്തം പ്രേമാധിക്യത്താൽ കുറെ കൂടി അവിടെ തന്നെ താമസിപ്പിച്ചു. ഇത് നിങ്ങൾക്കൊക്കെ എന്തിനാ ഇപ്പൊ പോണേ, കുറച്ചു ദിവസം കൂടി താമസിക്കൂ, പിന്നെ പോയാ മതി എന്നൊക്കെ അവരോട് പറഞ്ഞ് അവര് കുറച്ചു ദിവസം കൂടി അവിടെ താമസിപ്പിച്ചു. ഭഗവാനവിത ത്രാംഗ നിവാസീൽ തൽപ്രിയങ്കര പ്രസ്ഥാപ്യയധുവീരാംശ്ച സാമ്പാദീംശ്ച കുശസ്ഥലീം. കൃഷ്ണൻ ഇപ്പൊ ഒന്നും പോകണ്ട, എന്താ പത്ര പോയിട്ട് ആവശ്യം, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, പത്നിമാരും എല്ലാവരും നിങ്ങൾ ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് ഭഗവാൻ പുറപ്പെട്ടപ്പോ. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിന്റെ ഇഷ്ടം അനുസരിക്കാൻ നിശ്ചയിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ മക്കളായിട്ടുള്ള സാമ്പൻ മുതലായിട്ടുള്ള ആ വലിയ മക്കളെയൊക്കെ പിന്നെ യദുവീരന്മാരായിട്ടുള്ള മറ്റുള്ളവരെയും നിങ്ങളെല്ലാവരും പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ദ്വാരകയിലെ അവരെ പറഞ്ഞയച്ചിട്ട് ഭഗവാൻ അവിടെ തന്നെ താമസിച്ചു ഭാര്യമാരോടുകൂടി. ഇത്തം രാജാ ധർമ്മസുതോ മനോരഥമഹാർണവം സുദുസ്തരം സമുത്തീര്യ കൃഷ്ണേനാസീൽ ഗതജ്വര. ഇങ്ങനെ ധർമ്മപുത്ര മഹാരാജാവ് എത്രയും പ്രയാസപ്പെട്ടു സാധിക്കേണ്ടതായ ആ രാജസൂയാഗ്രഹ മഹാസമുദ്രം ശ്രീകൃഷ്ണ സഹായം നിമിത്തം എളുപ്പത്തിൽ കടന്നിട്ട് ചിന്താരഹിതനായി ഭവിച്ചു. എത്രയോ വലിയൊരു മഹാസമുദ്രമാണ്, അത് കടക്കണമെങ്കിൽ എളുപ്പമല്ല, ഭഗവാനല്ലേ കൂടെ ഉള്ളത്, അതുകൊണ്ട് എളുപ്പത്തിൽ കടക്കാൻ സാധിച്ചു. അപ്പൊ സാധാരണ സമുദ്രം പക്ഷേ കടക്കാം, ആശാസമുദ്രം കടക്കുന്നത് മഹാപ്രയാസാണ്. ഭഗവത് സഹായം ഉള്ളവർക്ക് അതും എളുപ്പത്തിൽ കടക്കാൻ സാധിക്കും. അതാണ് ഇവിടെ തെളിഞ്ഞത് അല്ലെ. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ആശകളും ലഘുവായി സാധിക്കുക തന്നെ ചെയ്യുമെന്ന് അതിന്റെ അർത്ഥം. ഏകദാ അന്തഃപുരേ തസ്യ വീക്ഷ്യ ദുര്യോധനശ്രിയം അതപ്യൽ രാജസൂയസ്യ
മഹിതം ചാച്യുതാത്മന. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ദുര്യോധനൻ ശ്രീകൃഷ്ണ ഭക്തനായിരിക്കുന്ന യുധിഷ്ഠിരന്റെ അന്തഃപുരത്തിലുള്ള ഐശ്വര്യാദി അഭിവൃദ്ധിയെയും രാജസൂയത്തിന്റെ മഹാത്മ്യത്തെയും കുറിച്ച് ആലോചിച്ചിട്ട് വളരെ വ്യസനായി. എന്താ കഥ, എത്ര സുഖമായിട്ടാ ധർമ്മപുത്രൻ ഏട്ടൻ ഇരിക്കണത്. യുധിഷ്ഠിരേട്ടൻ അങ്ങനെ സുഖമായിട്ട് ഇരിക്കണത് അങ്ങോട്ട് കണ്ടിട്ട് സഹിക്കണില്ല. പാഞ്ചാലിയോ മഹാലക്ഷ്മി പോലെ, ഭഗവാനുണ്ട് കൂടെ. ശ്രീകൃഷ്ണ ഭഗവാന് ആ 8 മഹാലക്ഷ്മിമാരോട് കൂടിയിട്ടാ താമസിക്കുന്നത്. അതിന്റെ കൂടെ പാഞ്ചാലി യുധിഷ്ഠിരന്റെ കൂടെ. അങ്ങനെ സർവ്വ ഐശ്വര്യങ്ങൾ അങ്ങോട്ട് കണ്ടിട്ട് സഹിക്കണില്ല ദുര്യോധന്. യസ്മിൻ നരേന്ദ്ര ദിദിജേന്ദ്ര സുരേന്ദ്ര ലക്ഷ്മി നാനാവിഭാന്തി കില വിശ്വസൃജോപക്ലിപ്ത താഭിപദീൻ ദ്രുപദരാജസുതോപതസ്ഥേ യസ്യാം വിഷക്ത ഹൃദയ കുരുരാട് അതപ്യൽ. 2 ശ്ലോകങ്ങൾ കൊണ്ടാണ് ആ ദുര്യോധനന്റെ അസൂയയെ പറ്റിയിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്നത്. മയൻ എന്ന ശില്പി ശ്രേഷ്ഠൻ നിർമ്മിച്ച ഈ രാജധാനിയില് ഭൂലോക ചക്രവർത്തിയുടെയും അസുരാധിപനായ വരുണന്റെയും സുരാധിപതിയായ ദേവേന്ദ്രന്റെയും രാജധാനി പോലെ അതിനേക്കാളും ഗേഹമായിട്ടുള്ള സഭാമണ്ഡപം, ഐശ്വര്യം മുതലായവ സർവത്ര വിളങ്ങുന്നു. ഈ ഐശ്വര്യ സമൃദ്ധിയോടുകൂടിയ സതീരത്നമായ ദ്രൗപദി ഭർത്താക്കന്മാരെ യഥാകാലം യഥായോഗ്യം സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കൂട്ടത്തില് സഹിക്കാൻ പറ്റാത്തത് ദുര്യോധനന്. ഇങ്ങനെ സ്പൃഹണീയമായ ശ്രീയില് ദുര്യോധനന്റെ ഹൃദയം പതിഞ്ഞു. എന്തൊരു ശ്രീയാണിപ്പോ! ഇങ്ങനെയുള്ള ഒരു രാജധാനിയും ശ്രീയും പദവിയും ഭാഗ്യാദശയവും അതൊക്കെ എനിക്കല്ലേ വേണ്ടത്, അല്ലാതെ ഈ യുധിഷ്ഠിരാദികൾക്ക് ഇതൊക്കെ ഉണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കൂട്ടത്തില് ഒരു എന്താ പറയാ വല്ലാത്തൊരു അസൂയല അങ്ങോട്ട് പെട്ടു. ഭയങ്കര വിഷമവും. ഇതാണ് അസൂയയുടെ തികഞ്ഞ വൃത്തിസ്വരൂപം. ഇത് ആ സൂക്ഷ്മ ശരീരത്തെ തന്നെ തിന്നറുക്കുന്ന അർബുദം എന്ന രോഗമാണ്. അതിങ്ങനെ ഓരോ സെല്ലിനെ നിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ അസൂയ അങ്ങോട്ട് മൂത്തു കഴിഞ്ഞു ദുര്യോധന് ഉണ്ടായത്. യസ്മിൻ തദാ മധുപതേർമഹിഷീ സഹസ്രം ശ്രോണീഭരേണ ശനകൈക്വണദംഘ്രിശോഭം മധ്യേ സുചാരു കുജകുങ്കുമശോണകാരം ശ്രീമന്മുഖം പ്രജലകുണ്ടല കുന്തളാഢ്യം. എന്തിനധികം പറയണത്? ദുര്യോധനനെ വിസ്മിപ്പിക്കാൻ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ ബഹുരൂപങ്ങൾ ധരിച്ച് ആ അന്തപുരത്തില് നോക്കിയ ദിക്കിലെല്ലാം കാണപ്പെട്ടു. അല്ലാതെ ഇത്ര ലക്ഷ്മി ദേവിമാര് ശ്രീകൃഷ്ണന്റെ ഭാര്യമാരായിട്ടുള്ള രുക്മിണി മുതലായവര് തന്നെ. ഇവരുടെ അസാമാന്യ ദേഹകാന്തിയും വിലാസവിശേഷവും ഒക്കെ കാണുന്നവരുടെ ദൃഷ്ടിയില് സാക്ഷാൽ ലക്ഷ്മി ദേവി അല്ലാന്ന് തോന്നില്ല. ലക്ഷണയുക്തമായ അവരുടെ ശരീരത്തിലെ ഏതേത് അവയവത്തിൽ നോക്കുന്നതായാലും അതൊക്കെ ശ്രീമത്തായി തന്നെ ഇരിക്കുന്നു. കടിപശ്ചാത്ഭാഗം അസാമാന്യമായി തടിച്ചിരിക്കയാൽ അവരുടെ ഗമനം നന്ന മന്ദമായിരിക്കുന്നു. വളരെ സാവധാനത്തിലാണ് അവര് നടക്കുന്നത്. എല്ലാവരും കാൽച്ചിലമ്പുകൾ ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് നടക്കണ ദിക്കിലെല്ലാം മനോഹരമായ ആ ചിൽ ചിൽ ശബ്ദം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മധ്യപ്രദേശം നന്ന കൃശമായിരുന്നതുകൊണ്ട് ഏറ്റവും രുചിരമായിരിക്കുന്നു. പൃഥുലങ്ങളായ കുജതടങ്ങളിൽ ധരിച്ചിരിക്കുന്ന കുങ്കുമ കണങ്ങളെ പറ്റുകയാൽ അരുണ നിറമുള്ള മുത്തുമാല ആ കുജങ്ങൾക്ക് ഒരു അലങ്കാരമായിട്ട് പ്രകാശിക്കുന്നു. രത്നങ്ങളിൽ പതിച്ച കർണാഭരണങ്ങൾ കൊണ്ടും തലമുടി കൊണ്ടും അവരുടെ മുഖം സവിശേഷ കാന്തി വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ആ കൃഷ്ണഭാര്യമാരുടെ സംഘം ഈ രാജധാനിയില് ഉണ്ടായിരുന്നു. അവരോരോരുത്തരും സാക്ഷാൽ ലക്ഷ്മി തുല്യായിരുന്നു. ഈ ലക്ഷ്മി സംഘം ദുര്യോധനന്റെ താപത്തിന് പ്രത്യേക കാരണമായി. സഹിക്കണില്ല ദുര്യോധനന്. അങ്ങനെ ആ മയൻ നിർമ്മിച്ച സഭയില് ദുര്യോധനൻ അഹങ്കാരത്തോടു കൂടി പ്രവേശിക്കണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.